നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഇസ്രായേലിലേക്ക് 5 ചുവന്ന പശുക്കുട്ടികളെ ഇറക്കുമതി ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ സംഭവം നടന്നത് 2022 സെപ്റ്റംബർ മാസത്തിലാണെങ്കിലും ഇത് വാർത്താ പ്രാധാന്യം നേടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഒരു പ്രത്യേക തരം യാഗം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ചുവന്ന പശുക്കുട്ടികളെ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ യാഗം ബൈബിൾ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൻ്റെ 19 2-ാം വചനത്തിൽ പറയുന്നുണ്ട്. ഈ യാഗം നടത്തുന്ന രീതി ഇങ്ങനെയാണ്. അതായത് ചുവന്ന പശുക്കുട്ടിയെ കത്തുന്ന തീയിലിട്ട് ജീവനോടെ ദഹിപ്പിക്കുകയും ആ കത്തുന്ന തീയിലേക്ക് ദേവദാരു മരവും ഹിസ്സോപ്പും ചുവന്ന നൂലും ചേർത്ത് വീണ്ടും കത്തിക്കുകയും അങ്ങനെ ശേഖരിച്ച ചാരം ഒഴുകുന്ന ശുദ്ധവെള്ളം കൊണ്ട് കഴുകുകയും ശേഷം ഇതൊരു പ്രത്യേക തരം കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ യാഗത്തിൻ്റെ ഒരു സ്വഭാവം. ഈ ശേഖരിച്ചു വെച്ച ചാരം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്നതിനായി ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് ജൂതന്മാരുടെ വിശ്വാസം. ഇനി ഇപ്പോൾ ഈ യാഗം നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാകാം. മുസ്ലിങ്ങൾ 3-ാമത്തെ പുണ്യഭൂമിയായി കണക്കാക്കുന്ന മസ്ജിദുൽ അക്സയും ഡോം ഓഫ് ദ റോക്കും എല്ലാം ഉൾക്കൊള്ളുന്ന അൽ അക്സ കോമ്പൗണ്ടിനെ തകർത്ത് കളഞ്ഞ് അവിടെ ജൂതന്മാരുടെ തകർക്കപ്പെട്ട ദേവാലയം 3-ാമതും പണി കഴിപ്പിക്കുന്നതിന് മുന്നോടിയായി ആ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള വസ്ത്രങ്ങളും പാത്രങ്ങളും അവിടെ പൂജാരിമാരായി നിയമിക്കപ്പെടാൻ പോകുന്ന ഒരു പ്രത്യേകതരം വംശത്തിൽപ്പെട്ട ആളുകളെയും എല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ യാഗം നടത്തുന്നത് എന്നുള്ളതാണ് ജൂതന്മാർ വാദിക്കുന്നത്. ഇപ്പോൾ മസ്ജിദുൽ അക്സ നിലനിൽക്കുന്ന പ്രദേശത്തിൽ നിന്ന് 800 മീറ്റർ തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ഒലീവ് മലയിൽ വെച്ചാണ് ഈ യാഗം നടത്താൻ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന അൾട്രാ നാഷണലിസ്റ്റ് പ്രസ്ഥാനമായ ടെമ്പിൾ മൂവ്മെൻറ്റ് ലക്ഷണമൊത്ത ഒരു ചുവന്ന പശുക്കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ചുവന്ന പശുക്കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. അത് കളങ്കമില്ലാത്തതായിരിക്കണം. അതിൻ്റെ ശരീരത്തിൽ യാതൊരു മുറിവോ കേടുപാടുകളോ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അത് പൂർണ്ണമായും ചുവന്ന നിറത്തിലുള്ളതായിരിക്കണം. മറ്റു നിറത്തിലുള്ള ഒരു രോമം പോലും അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. മാത്രമല്ല അത് പ്രസവിച്ചിട്ടില്ലാത്തതും പാല് കറക്കപ്പെട്ടിട്ടില്ലാത്തതും നുകം ധരിച്ചിട്ടില്ലാത്തതുമായ വളരെ ശുദ്ധമായ ലക്ഷണമൊത്ത ഒരു പശുക്കുട്ടി ആയിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. എല്ലാ ലക്ഷണങ്ങളും ഒത്തുവന്ന വളരെ കാലമായി കാത്തിരിക്കുന്ന ഒരു പശുക്കുട്ടിയെ അവർക്ക് ഒത്തുകിട്ടിയത് ഇപ്പോഴാണ്. ജൂതന്മാരുടെ വിശ്വാസപ്രകാരം ഈ 3rd ടെമ്പിൾ 3-ാമത്തെ ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർ കാത്തിരിക്കുന്ന മിശിഹ വരേണ്ടതുണ്ട്. മിശിഹായുടെ വരവിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോമ്പൗണ്ടും അതിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സർവ്വ വസ്തുക്കളും അതിൽ പൂജാരിമാരായി നിയമിക്കപ്പെടാൻ പോകുന്ന 100-ലധികം വരുന്ന ഒരു പ്രത്യേക വംശത്തിൽപ്പെട്ട ആളുകളെയും എല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ യാഗം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ വിശ്വാസപ്രകാരം വാഗ്ദത്ത മിശിഹ വരുന്നതിന് മുമ്പ് ഈ കോമ്പൗണ്ടിനകത്തേക്ക് ജൂതന്മാർ പ്രവേശിക്കുന്നത് അവരുടെ മതവിശ്വാസ പ്രകാരം തന്നെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കരുതെന്ന മുഖ്യ ജൂത റബ്ബിമാരുടെ ശക്തമായ വിലക്കിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ടെമ്പിൾ മൂവ്മെൻറ്റ് പ്രസ്ഥാനം ഈ കോമ്പൗണ്ടിനകത്ത് കയറി ആചാരങ്ങൾ നടത്താനുള്ള സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ജൂതന്മാരുടെ ഈ തകർക്കപ്പെട്ട ക്ഷേത്രമെന്നും അതിനെ പിന്നിലുള്ള ചരിത്രം എന്താണെന്നും എന്തുകൊണ്ടാണ് ഇനി നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തെ ഇവർ 3-ാമത്തെ ക്ഷേത്രം അഥവാ 3rd ടെമ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. ഈസ്റ്റ് ജെറുസലേമിലാണ് അൽ അക്സ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിങ്ങൾ അതിനെ ഹറം അൽ ഷരീഫ് എന്നും ജൂതന്മാർ അതിനെ ടെമ്പിൾ മൗണ്ട് എന്നും വിശേഷിപ്പിക്കുന്നു. മുസ്ലിങ്ങൾ തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന അവരുടെ ആദ്യത്തെ ഖിബല എന്നുള്ള നിലക്കും പ്രവാചകൻ മുഹമ്മദ് നബി ആകാശാരോഹണം ചെയ്ത സ്ഥലം എന്നുള്ള നിലക്കും നിരവധി പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ സ്ഥലം എന്നുള്ള നിലക്കും മുസ്ലിങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് അൽ അക്സ കോമ്പൗണ്ട്. പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയ സ്ഥലം എന്നുള്ള നിലക്ക് ക്രിസ്ത്യാനികളും ഈ പ്രദേശത്തെ പുണ്യസ്ഥലമായി കണക്കാക്കുന്നു. ഈ പ്രദേശത്തെ ആദ്യത്തെ ദേവാലയം ക്രിസ്തുവിനും 970 വർഷങ്ങൾക്ക് മുമ്പ് സുലൈമാൻ നബി അഥവാ കിങ് സോളമൻ പണി കഴിപ്പിച്ചു എന്നുള്ളതാണ് ബൈബിൾ പഴയ നിയമം 1 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ പറയുന്നത്. കിങ് സോളമൻ അഥവാ സുലൈമാൻ നബി ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതവിശ്വാസികൾ
വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായതിനാൽ തന്നെ ജൂതന്മാരും ഇത് വിശുദ്ധ ദേവാലയമായി സോളമൻ ടെമ്പിൾ അഥവാ ഹൈക്കൽ സുലൈമാൻ എന്നുള്ള പേരിൽ വളരെയധികം പവിത്രതയുള്ള ഒരു സ്ഥലമായി കണക്കാക്കുന്നു. പിന്നീട് ബഹുദൈവാരാധകനായ ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂക്കത്ത് നസർ ക്രിസ്തുവിന് 587 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം തകർത്ത് തരിപ്പണമാക്കുകയും ജൂതന്മാരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു. പിന്നീട് BC 516 രക്ഷപ്പെട്ടോടിയ ജൂതന്മാർ തിരിച്ചു വരികയും അവർ അവരുടെ രണ്ടാമത്തെ ദേവാലയം അവിടെ പുനർനിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് AD 70 റോമക്കാരനായ ടൈറ്റസ് രാജാവാണ് ഈ ദേവാലയം രണ്ടാമതും തകർത്ത് തരിപ്പണമാക്കുകയും അവിടെ ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയും ചെയ്തത്. AD 330 റോമൻ സാമ്രാജ്യത്തിൻ്റെ ഈസ്റ്റേൺ വിഭാഗമായ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടി ഈ പ്രദേശം പിന്നീട് ക്രിസ്ത്യാനികളുടെ അധീനതയിലാവുകയായിരുന്നു. പിന്നീട് ഖലീഫ ഉമറിൻ്റെ കാലം വരെ ഈ പ്രദേശം ക്രിസ്ത്യാനികളുടെ കീഴിലായിരുന്നെങ്കിലും ഈ ഹൈക്കൽ സുലൈമാൻ അഥവാ സോളമൻ ടെമ്പിൾ നിലനിന്നിരുന്ന സ്ഥലം പാടെ അവഗണിക്കപ്പെടുകയും അത് ചപ്പുചവറുകൾ നിക്ഷേപിക്കുകയും കുതിരകളെ കെട്ടുകയുമൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായി ഉപയോഗപ്പെടുത്തുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. രണ്ടാമത് തകർക്കപ്പെട്ടതിന് ശേഷം 500 വർഷങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ഖലീഫയായ ഖലീഫ ഉമറിൻ്റെ നേതൃത്വത്തിൽ AD 635 ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെടുന്നത്. അദ്ദേഹം അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ശരീഅത്തനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്താൻ വേണ്ടി വിശ്വാസികൾക്കായി ഈ ദേവാലയം തുറന്നുകൊടുത്തു. പക്ഷേ ജൂതന്മാർ ഇന്നും AD 70 റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് തകർത്ത ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാത്തിരിക്കുന്ന മിശിഹായുടെ വരവിന് ശേഷം മാത്രമേ തേർഡ് ടെമ്പിൾ നിർമ്മിക്കാൻ സാധിക്കൂ എന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ കാത്തിരിക്കുന്ന മിശിഹ അവരിലേക്ക് വന്നു കഴിഞ്ഞ പ്രവാചകനായ യേശുക്രിസ്തുവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നിരവധി പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞ പാരമ്പര്യമുള്ള ജൂതന്മാർ പ്രവാചകനായ യേശുക്രിസ്തുവിനെയും ക്രൂശിക്കുകയായിരുന്നു. സോളമൻ ടെമ്പിളിൻ്റെ അതായത് ഹൈക്കൽ സുലൈമാൻ്റെ ശേഷിപ്പാണ് അലക്സ കോമ്പൗണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വെസ്റ്റേൺ വാൾ എന്ന് വിളിക്കപ്പെടുന്ന വിലാപ മതിൽ എന്ന് ജൂതന്മാർ കരുതി പോരുന്നു. അതുകൊണ്ട് ഈ മതിലിൻ്റെ ആ ഭാഗത്ത് വന്ന് ചില പ്രത്യേക തരം ആചാരങ്ങൾ ഇന്നും ജൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാം. മിശിഹായുടെ വരവ് വേഗത്തിലാക്കാനും അതിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശം തകർത്ത് മൂന്നാമത്തെ ദേവാലയം മിശിഹായുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ടെമ്പിൾ മൂവ്മെൻറ്റ് പ്രസ്ഥാനം. അതിനുവേണ്ടിയാണ് ഈ യാഗം നടത്തുകയും ഈ പ്രദേശം ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചുവന്ന പശുക്കുട്ടികളെ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ളത്. വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.